ഇറങ്ങുന്ന എല്ലാ സിനിമകളും കാണുമ്പോൾ സ്ഥിരമായിട്ട് റിവ്യൂല് പറയുന്ന കാര്യമാണ്, പുതുമയുള്ള കാര്യങ്ങളൊന്നുമില്ല, കണ്ടുമടുത്ത സംഗതികളൊക്കെ തന്നെയാണ്, വളരെ പ്രഡിക്റ്റബിൾ ആണ് കുറേ കാര്യങ്ങളെല്ലാം. പക്ഷേ ഈ സിനിമ ഗുഡ് ലക്ക്, ഹാവ് ഫൺ, ഡോണ്ട് ഡൈ, ഇതൊരു ഭയങ്കര സിനിമയാണ്. കാരണം ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാര്യം എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കണ്ടുമടുത്ത പാറ്റേണിലുള്ള, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് സാധാരണ സിനിമകളിലൊക്കെ വരുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സംതിങ് ന്യൂ. ഇതിന്റെ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഡൈനറിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. അയാളുടെ വേഷവും കാര്യങ്ങളും ഒക്കെ ഒരു സംതിങ് വിയേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ആൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അയാൾ പറയുകയാണ് അയാൾ ഫ്യൂച്ചറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അയാളുടെ 117ാമത്തെ തവണയാണ് അയാൾ ഇവിടെ വീണ്ടും വരുന്നത്. കാരണം അവിടെയുള്ള ഡൈനറിലുള്ള ഒരുപാട് ആളുകളുണ്ട്. അയാൾ പല കോമ്പിനേഷനിൽ നിന്നുള്ള ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ലോകം രക്ഷിക്കാൻ വേണ്ടി ഫ്യൂച്ചറിൽ നിന്ന് വന്നിരിക്കുന്ന സെയിം സംഭവം തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷെ ആ ഒരു സംഗതി മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ട് മടുത്ത ആ ഒരു ഇതിനകത്ത് വരുന്നത്. പിന്നീട് ഇത് നിങ്ങളിപ്പോൾ നെറ്റ്ഫ്ലിക്സിന്റെ ബ്ലാക്ക് മിററിന്റെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതായത് ഈ ടെക്നോളജി അല്ലെങ്കിൽ AI അങ്ങനെയൊക്കെ പറയുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഡാർക്ക് സൈഡ് പറയുന്ന അതുപോലുള്ള സിനിമകൾ, ആ ഒരു കൺസെപ്റ്റ് ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണിത്. അപ്പോൾ ലോകം രക്ഷിക്കാൻ വേണ്ടി ഇയാൾ ഒരു കോമ്പിനേഷനുള്ള കുറച്ച് പേരെ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴേക്കും ഒബ്വിയസ്ലി പോലീസ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ത്രെറ്റ് എന്ന് പറയുന്നത്, ഇതൊരു കോമഡി മൂവി ആ രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ത്രെറ്റ് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാവുന്നില്ല. പിന്നീട് വരുന്ന ഒരു കപ്പിൾസ് ഉണ്ട്. അതായത് ഈ ലോകം രക്ഷിക്കാൻ വേണ്ടി ഇയാളുടെ കൂടിയ ഇവിടെ ലോകം രക്ഷിക്കാൻ വേണ്ടി സമ്മതിച്ച് രണ്ട് കപ്പിൾസ് വരുന്നുണ്ട്. അപ്പൊ ആ കപ്പിളിന്റെ ബാക്ക് സ്റ്റോറിയാണ് പിന്നീട് കാണിക്കുന്നത്. ഈ കപ്പിൾസിന്റെ ബാക്ക് സ്റ്റോറിയിൽ ഈ കുട്ടികൾ മുഴുവൻ അത് ഞാൻ പറയുന്നില്ല, ആ ഒരു ടെക്നോളജിയുടെ അതിന്റെ ഒരു ഡാർക്ക് സൈഡ് എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നീട് ഈ കപ്പിൾസിന്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത് അത്ര ഒരു ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അതായത് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ പോലും നമുക്കതൊരു ഓക്കെ, ഒരു ഓക്കെ ഫീൽ ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് സൂസൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ മദറിന്റെ പിന്നെ ആ ഒരു സ്റ്റോറി വരുന്നുണ്ട്. ഇപ്പൊ ഈ സൂസനും ഇയാളുടെ കൂടെ തന്നെ ലോകം രക്ഷിക്കാൻ വേണ്ടി കൂടെ പോകുന്നതാണ്. അപ്പൊ ഈ സൂസന്റെ സ്റ്റോറി വരുമ്പോഴേക്കും കുറച്ചും കൂടി അങ്ങ് ഡാർക്ക് ആവും. അതായത് ഓക്കെ, ഇങ്ങനെയൊക്കെ അതായത് ഫ്യൂച്ചറിൽ ഒബ്വിയസ്ലി ഇതൊക്കെ സംഭവിച്ചേക്കാം. കാരണം ഈ ബ്ലാക്ക് മിറർ കണ്ടവർക്ക് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇൻഗ്രിഡിന്റെ വേർഷനിലേക്ക് എത്തുമ്പോൾ, ബാക്ക് സ്റ്റോറിയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഇതാവും. പിന്നെ ഇവരുടെ ആ ഒരു മെയിൻ സ്റ്റോറി, അതായത് ഒരു രാത്രി നടക്കുന്നതാണ്. അതായത് ഈ ലോകത്തെ രക്ഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 8 9 വയസ്സുള്ള ഒരു ചെക്കൻ, അയാൾ എന്തോ ഒരു AI കണ്ടുപിടിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അത് തടയണം. പക്ഷെ തടയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ AI അത് മൊത്തം അത് ആ ഒരു ടെക്നോളജിയെ തടയുക എന്നുള്ളതല്ല, അതിന്റെ ഒരു സേഫ്റ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ അതിന് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന്റെ ശ്രമങ്ങളും കാര്യങ്ങളുമാണ്. പക്ഷെ അത് എളുപ്പമല്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് വളരെ രസമായിട്ടാണ്. അതൊരു വിയർഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, രസമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒന്നും സിനിമയിലേക്ക് വരുന്നില്ല. അതായത് ഒരു ഡൈനറിൽ, ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് സിനിമ ഓപ്പൺ ആവുന്നു. അയാൾ വരുന്നു, ലോകം അപകടത്തിലാണ്, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലോകം രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അയാൾ 117ാമത്തെ തവണയാണല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതിനു മുമ്പ് പല കോമ്പിനേഷനിലെ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കൊണ്ടുപോകാത്തൊരു കോമ്പിനേഷനിലുള്ള ആൾക്കാരാണ് കൊണ്ടുപോകുന്നത്. അവരുടെ ഒരു ബാക്ക് സ്റ്റോറി എന്നുള്ള രീതിയിൽ പതുക്കെ ഇങ്ങനെ വരുന്നു. പിന്നീട് മെയിൻ ഇൻസിഡന്റ് എന്നുള്ള രീതിയിൽ വരുന്നു. എല്ലാം ഒട്ടും ബോറടിയില്ലാതെ നല്ല എൻഗേജിങ് ആയിട്ട്, എന്നാൽ അത്യാവശ്യം ത്രില്ലടിപ്പിക്കുന്ന, കാരണം ഇത് സിനിമയുടെ ഒരു ബ്ലാക്ക് ഹ്യൂമർ, ആ ഒരു കൈൻഡ് ഓഫ് നറേഷനാണ് ഈ പടത്തിനുള്ളത്. അപ്പോൾ ഞാൻ ത്രില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ എഡ്ജ് ഓഫ് ദി സീറ്റ് ആ ഒരു സംഭവമല്ല, നമുക്ക് രസമായിട്ട് കണ്ടിരിക്കാം. കാരണം ഈ ടെക്നോളജിയുടെ ഒരു ഡാർക്ക് സൈഡ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. അങ്ങനെ ഒബ്വിയസ്ലി ഈ ലോകം രക്ഷിക്കണമല്ലോ, അപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ക്ലൈമാക്സ് അടക്കം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊന്നും അല്ല ഈ പടം. ഇത് കൊള്ളാം. അതുകൊണ്ട് തന്നെ എപ്പോഴും കണ്ടുമടുത്ത സംഭവങ്ങളൊക്കെ കാണുന്ന ഒരാൾക്ക് സംതിങ് ന്യൂ ആയിട്ടുള്ള, ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഇപ്പോഴത്തെ ഈ ടെക്നോളജി, നമ്മൾ തന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജെമിനൈ ആണ് യൂസ് ചെയ്യുന്നത്, AI ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ AI പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. AI വെച്ച് പാട്ടുണ്ടാക്കുന്നവരുണ്ട്. ഇപ്പോൾ യൂട്യൂബിലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ AI വെച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഒരു മനുഷ്യന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ ഒരുപാട് AI വീഡിയോ യൂട്യൂബിൽ തന്നെ കാണുന്നില്ലേ. ഈ AI യുടെ ഉപയോഗമൊക്കെ ഇങ്ങനെ കൂടി വന്നു കഴിയുമ്പോൾ, ഈ സിനിമയിൽ രസകരമായിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട്, നേച്ചർ വേഴ്സസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. ഇപ്പം നേച്ചർ എന്തൊക്കെ ത്രെട്ടാണുള്ളത്, ഇപ്പം സുനാമി, എർത്ത് ക്വേക്ക് പോലുള്ള, അതുപോലെ തന്നെ AI ക്കും ഓരോ ത്രെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന്റെ ക്ലൈമാക്സ് ഒരു ബാങ്കർ ആയിരുന്നു. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കും ഈ പടത്തിൽ വരുന്നതെന്നുള്ളത്. അത് നൈസായിട്ട് തന്നെ വരുന്നുണ്ട്. ഈ സിനിമയിൽ ഗുഡ് ലക്ക്, ഹാവ് ഫൺ, ഡോണ്ട് ഡൈ എന്ന് ഒരു 3 4 പ്രാവശ്യം പറയുന്നുണ്ട്. ഈ 3 4 പ്രാവശ്യം പറയുന്ന ആ ഒരു പോയിന്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഈ ഗുഡ് ലക്ക്, ഹാവ് ഫൺ, ഡോണ്ട് ഡൈ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊരു
തോട്ട് പ്രൊവോക്കിംഗ് ആ രീതിയിലൊക്കെ ഉള്ളൊരു സിനിമയായിട്ടും എനിക്ക് ഫീൽ ചെയ്തു. ആൻഡ് ടെക്നിക്കലി ഗംഭീരമായിട്ടുള്ള പടമാണ്. ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ കുറേ AI, കുറേ ഇലക്ട്രിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റേതായിട്ടുള്ള ക്ലൈമാക്സ് ഫൈനൽ ആക്ടൊക്കെ വരുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഒരു വാർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈൻഡ് ഓഫ് സംഭവമാണ്, ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിലൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന സൗണ്ട് മിക്സിങ് കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ഈ സിനിമയ്ക്ക് അധികം ഷോ ഇല്ല, അതാണ് ഒരു പ്രശ്നം. ആകെ PVR ലുലു നമുക്കിപ്പോൾ ഇതൊരു നല്ലൊരു സ്ക്രീനിൽ, ബെറ്റർ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത രീതിയിലേക്കുള്ള ഒരു ഷോർട്ട് ടൈമും കാര്യങ്ങളുമാണ്. കാരണം പടം കാണാൻ ആളില്ല. പക്ഷെ നിങ്ങൾക്കിത് കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഏരിയയിൽ ഇതൊരു നല്ല സ്ക്രീനിൽ, ഒരു ബെറ്റർ സ്ക്രീനിലേക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടും. ബട്ട് സ്റ്റിൽ ഈ സിനിമയുടെ കോൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞു പാടില്ല, എല്ലാ റിവ്യൂവിലും ഇതുപോലെ വളരെ പ്രഡിക്റ്റബിൾ ആണ്, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പുതുമയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എനിക്ക് ഇതിനകത്ത് പുതുമയുണ്ട്, പ്രഡിക്റ്റബിൾ അല്ല എന്നൊക്കെ പറയുന്നത് അതൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് കാണാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ബ്ലാക്ക് മിറർ പോലുള്ള സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഗുഡ് ലക്ക്, ഹാവ് ഫൺ, ഡോൺ ഡൈ, നിങ്ങളുടെ കപ്പ് ഓഫ് ടീ ആണ്. ഇനി ബ്ലാക്ക് മിറർ ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഫ്യൂച്ചറിൽ ടെക്നോളജിയുടെ ഡാർക്ക് സൈഡ് കാര്യങ്ങളൊക്കെ ആ ഒരു തീമിൽ വരുന്ന സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരു ഫൺ വാച്ചാണ്. കാരണം രസമാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി മുടക്കുന്ന കാശ്, അതിൻ്റെ സമയം, അതിന് നിരാശപ്പെടേണ്ടി വരില്ല. ഒരു നൈസ് വാച്ചാണ്.